അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് പുറത്ത് ചെല്ലുമ്പോൾ ഇവന്റെ അടുത്തൊരു വാൻ വന്ന് നിർത്തുന്നു. അതിൽ നമ്മുടെ ബെഞ്ചിയുണ്ട്, ലോതറുണ്ട്, പിന്നെ ഇവരുടെ രണ്ടാളുടെയും കൂടെ നമ്മുടെ ഇൽസയും ഉണ്ട്. നിലവിൽ IMF-ഉം കിട്രിഡ്ജും ഒക്കെ കരുതുന്നത് ഇൽസ മരിച്ചു എന്നാണ്. IMF അയച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കിട്രിഡ്ജ് അയച്ചിട്ടുണ്ടായിരുന്ന ബൗണ്ടി ഹണ്ടേഴ്സ് അവളെ കൊന്നു, ആ ഒരു അറ്റാക്കിൽ അവൾ മരിച്ചു എന്നാണ് അവരെല്ലാം വിചാരിക്കുന്നത്. ശരിക്കും ഇവള് ജീവനോടുണ്ടെങ്കിലും ഇവള് മരിച്ചു എന്ന രീതിയിൽ പരത്തി തീർക്കാൻ ഈതൻ ശ്രമിച്ചതിന്റെ കാരണം ഇനിമേൽ ഇവൾക്ക് IMF-ൽ നിന്നൊരു പ്രശ്നം ഉണ്ടാവരുത്, കിട്രിഡ്ജ് ഇവളെ കൊല്ലാനായിട്ട് ആളെ വിടരുത്, അതുകൊണ്ട് ഇവള് മരിച്ചു എന്ന് പരത്തി തീർക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇങ്ങനെയൊക്കെ ഈതൻ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഇതൊന്നും വകവെക്കാതെ ഈതനെ രക്ഷിക്കാൻ വേണ്ടി താണ്ടി ഉമാറുടെ കൂടി ഇവളും വന്നേക്കുന്നു. എന്തായാലും കാര്യങ്ങൾ ഇവിടെ വരെയൊക്കെയായി. ഇനിയിപ്പോൾ തങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഈതനും തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഈതന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീയുടെ ഒരു ഭാഗം അതിപ്പോൾ നിലവിൽ ഗ്രേസിന്റെ കയ്യിലാണ്. അവൾ അതുകൊണ്ട് ഡുക്കാലെ പാർട്ടിയിൽ പോകുമെന്ന് ഈതനോട് പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് ആ ഒരു പാർട്ടിയെ പറ്റി വിശദമായി തിരക്കുമ്പോഴാവട്ടെ ആ പാർട്ടി കണ്ടക്ട് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട വൈറ്റ് വിഡോയാണ്. നമ്മുടെ ഈതൻ ഹണ്ട് നേരത്തെ ഒരു നൊട്ടോറിയസ് ക്രിമിനലായിട്ട് ഒരു ജോൺ ലാർക്കായിട്ട് ഇവളുടെ മുന്നിൽ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവളെ വീണ്ടും മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇവന്റെ ഒറിജിനൽ നെയിമിൽ അവിടെ ചെന്ന് അവളുമായിട്ട് പരിചയപ്പെടാൻ പറ്റത്തില്ല, ജോൺ ലാർക്ക് എന്ന പേരിൽ തന്നെ പോകണം. ഇതിനോടകം ഇവൻ ശരിക്കും ആരാണെന്ന് അവൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ മാത്രം. വൈറ്റ് വിഡോയ്ക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. പുള്ളിക്കാരുടെ കണക്ഷൻസ് യൂസ് ചെയ്ത് ഒരുവിധപ്പെട്ട ആളുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പുള്ളിക്കാരിക്ക് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇൻ കേസ് ഇതിനെ പറ്റി അവൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇന്നേരം ലൂതർ നേരത്തെ ഇവർ അബുദാബി എയർപോർട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ എയർപോർട്ടിൽ പുള്ളിക്കാരെ ശ്രദ്ധിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം ഇവരെ കാണിച്ചു കൊടുക്കുന്നു. ഒരു വ്യക്തി റിയൽ ടൈമിൽ അപ്രത്യക്ഷനായി പോകുന്നു. ഇതിപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ പുള്ളിക്കാരൻ അപ്രത്യക്ഷനായി പോകുന്നതാണോ, അതല്ലെങ്കിൽ ആ വിഷ്വലിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നതാണോ? നമ്മുടെ ലൂതർ ഈ ഒരു ഇൻസിഡന്റ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്തു. ഈ വ്യക്തി ആരാണെന്ന് ഇവൻ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു റിഫ്ലക്ഷൻ മാത്രം ലൂതറിന് കിട്ടി. നോക്കുമ്പോൾ അത് ഗബ്രിയേലാണ്. ഗബ്രിയേലും ഈദിനുമായിട്ടുള്ള പാസിനെ പറ്റിയൊക്കെ പുള്ളിക്കാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഗബ്രിയേൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പോലും ഈദിന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങേര് മരിച്ചു പോയിട്ടുണ്ടാവുമെന്നാണ് ഇവൻ വിചാരിച്ചിരുന്നത്. എയർപോർട്ടിലുണ്ടായ ഇൻസിഡന്റുകൾ, പിന്നെ ഈ ഗബ്രിയേൽ അപ്രത്യക്ഷമായി പോകുന്ന സംഭവം, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. ഈ ഒരു എൻറ്റിറ്റി ഉണ്ടല്ലോ, ആ AI ഈ ഗബ്രിയേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം AIക്ക് മനുഷ്യന്റെ സഹായം കിട്ടുന്നുണ്ട്, ഈ ഗബ്രിയേലിന്റെ സഹായം കിട്ടുന്നുണ്ട്. ഈ എൻറ്റിറ്റിയുടെ ഉദ്ദേശം ഈ ലോകത്തെ പൂർണ്ണമായും കൺട്രോളിലാക്കുക, അതിന്റെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന് വേണമെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ഡിജിറ്റൽ എക്യുപ്മെന്റ്സിനെയും ഡിജിറ്റൽ തിങ്സിനെയും കൺട്രോളിലാക്കാൻ പറ്റും. എന്നാൽ അനലോഗ് കേസിലേക്ക് വരുമ്പോൾ എൻറ്റിറ്റിയെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ എൻറ്റിറ്റിയെ സൂക്ഷിച്ചിരുന്ന സെവാസ്റ്റോപോൾ എന്ന ആ ഒരു സബ്മറീൻ ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ സബ്മറീനിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റമൊക്കെ ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് അവിടെ വേറൊരു സബ്മറീൻ ഇവരുടെ അടുത്തായിട്ട് വരുന്നുണ്ട്, ആ സബ്മറീനിൽ നിന്ന് ഇവരെ ഷൂട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സെവാസ്റ്റോപോളിൽ നിന്നും ടോർപിഡോ സെൻഡ് ചെയ്യുന്നത് ഹ്യൂമൻസ് ആണ്. അതായത് ഹ്യൂമൻസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവർ ആ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ AI വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. അതായത് ആ AI കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് ഈ ഗബ്രിയേലിനെ യൂസ് ചെയ്യുന്നു. ഗബ്രിയേൽ ആ എൻറ്റിറ്റിയുടെ മെസ്സഞ്ചറായി മാറിയിരിക്കുന്നു. അത് പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും അത് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഗബ്രിയേലിനെ പറ്റിയും ഈ ഒരു എൻറ്റിറ്റിയെ പറ്റിയുമുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മുടെ ഇൽസയ്ക്ക് അറിയാം. പുള്ളിക്കാരി ഒരു MI6 ഏജന്റ് ആയിരുന്നല്ലോ. ഇപ്പോഴും MI6ൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾ ഇവളുടെ ഫ്രണ്ട്സ് ആണ്. ഇവളുടെ ഫ്രണ്ട്സിൽ നിന്ന് ഇവൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു പക്ഷേ ഈ കീസ് യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്യുന്നത് എൻറ്റിറ്റിയുടെ സോഴ്സ് കോഡ് ആയിരിക്കാം, ആ AIയുടെ സോഴ്സ് കോഡ്. അത് ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചെന്നിരിക്കാം. MI6ഉം വളരെ വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. MI6ന്റെ അന്വേഷണത്തിൽ ഈ വക കാര്യങ്ങളൊക്കെയാണ് മനസ്സിലായത് എന്നൊക്കെ ഇവളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ, അല്ല നിനക്ക് നിന്റെ MI6ലെ ഫ്രണ്ട്സുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി? അവരെ നിനക്ക് എന്തായാലും നേരിട്ട് കാണാൻ പറ്റത്തില്ല, നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ? അപ്പോഴാണ് ഇൽസയും ആ സത്യം തിരിച്ചറിയുന്നത്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഡിജിറ്റലി ആയിരുന്നു. ആക്ച്വലി ഇവളോട് സംസാരിച്ചിട്ടുള്ളത് ഇവളുടെ ഫ്രണ്ട്സ് അല്ല, ആ എൻറ്റിറ്റി തന്നെയാണ്. എൻറ്റിറ്റി റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നോക്കിയാൽ എൻറ്റിറ്റിയുടെ ഉദ്ദേശം നമ്മുടെ ഈതനാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഈതന്റെ പാസ്റ്റിൽ നിന്നുള്ള ഗബ്രിയേലിനെ തിരിച്ചു കൊണ്ടുവന്നു. ദെൻ ഈതന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അവൻ സ്നേഹിക്കുന്ന ഇൽസയെ ഇതിനകത്ത് വലിച്ചിടിച്ചു. IMFൽ ഒരുപാട് ഏജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടും മുൻ MI6 ആയിരുന്നു ഇവളെ തന്നെ എന്തിന് കിട്രിഡ്ജ് ആ ഒരു കീ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കീ സ്വന്തമാക്കാൻ വേണ്ടി അയച്ചു. ഇതിന്റെ സുഹൃത്തായിട്ടുള്ള ബെഞ്ച് തന്നെ എയർപോർട്ടിലുള്ള ബോംബ്, അതിനകത്തൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിലും എയർപോർട്ടിലുള്ള ബോംബ് കണ്ടുപിടിക്കാൻ ചെല്ലുമെന്നും AIക്ക് അറിയായിരുന്നു. അതിൽ ബെഞ്ചിയുടെ സെക്കൻഡ് നെയിം എഴുതിയിരുന്നു. സോ ഒരു കാര്യം ഉറപ്പ്, ഈതനാണ് എൻറ്റിറ്റിയുടെ ഉദ്ദേശം. ഇതിന്റെ കൂടെയുള്ള ആളുകളെ അത് ഹേർട്ട് ചെയ്യാൻ തീരുമാനിച്ചെന്നിരിക്കാം, അവരെ കൊല്ലാൻ തീരുമാനിച്ചെന്നിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈതൻ തന്റെ കൂടെ ആരും വേണ്ട, തന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇവരെല്ലാവരും ഈ മിഷൻ ഉപേക്ഷിച്ച് പോകണമെന്ന് പറയുന്നു. താൻ കാരണം തന്റെ ഫ്രണ്ട്സ് എല്ലാം ഇതിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന ഈതൻ കുറച്ച് വിഷമത്തോടെ പുറത്തു പോയി മാറി നിൽക്കുന്നു. നമ്മുടെ ഇൽസ അവന്റെ അടുത്ത് നിന്ന് അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ അവരുടെ പേഴ്സണൽ മൂവ്മെന്റ്. കാര്യങ്ങൾ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ തങ്ങൾ എന്ത് ചെയ്താലും AIക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. തങ്ങളുടെ അടുത്ത മൂവ് എന്താണെന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലേക്ക് പോയേക്കാവുന്ന ഇവർ തീരുമാനിക്കുന്നു. എന്തായാലും ഗ്രേസ് ഈ പാർട്ടിയിൽ വരാതിരിക്കില്ല. അവൾ ഇവിടെ വെച്ച് ആരെയാണ് മീറ്റ് ചെയ്യുന്നത്, ആർക്കാണ് പുള്ളിക്കാരി കീ കൊടുക്കുന്നത്, കീ വാങ്ങുന്ന ആൾ അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ഇതിന്റെ സോഴ്സ് കോഡ് എവിടെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ ഈ പാർട്ടിയിൽ ചെന്നേ പറ്റൂ. അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ലാതെ ഇവരെല്ലാവരും ഈ പാർട്ടിക്ക് പോകുന്നു. പാർട്ടിയിൽ വെച്ച് ഗ്രേസിന്റെ അടുത്ത് ഗബ്രിയേൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഗബ്രിയേൽ ഒറ്റയ്ക്കായിരുന്നില്ല, ഇങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്നു പാരീസ്, മറ്റേ വെള്ളമുടിക്കാരി. ഇവളെ കണ്ടതും ഗ്രേസ് അങ്ങ് ഞെട്ടിപ്പോയി. ഒരുപാട് സമയം നമ്മുടെ ഗ്രേസിനെ ചേസ് ചെയ്ത് വന്ന് ഈ പുള്ളിക്കാരി ഇങ്ങേറെ ആളായിരുന്നു. ഗബ്രിയേൽ ഗ്രേസിനോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ദേ ഇവിടെയും എത്തിയിട്ടുണ്ട് കിട്രിഡ്ജ് അയച്ച അമേരിക്കൻ ഏജൻസ്. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈതനെ തപ്പി ഇവന്മാർ പോവാത്ത സ്ഥലമില്ലല്ലോ. ഗ്രേസിനെ വിളിച്ചുകൊണ്ട് പോയ ഗബ്രിയേൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ഈതന്റെ ലൈഫിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഇവളോട് പറയുന്നുണ്ട്.
അന്ന് ഈ ഗബ്രിയേൽ ഒരു പെണ്ണിനെ കൊന്നു കളയുന്നുണ്ടായിരുന്നല്ലോ, അവളുടെ പേര് മരി, ഈദന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. നിനക്ക് അവനെ അത്ര പരിചയമില്ലെങ്കിലും അവനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഏതൊരു പെണ്ണും അവനെ ആഗ്രഹിച്ചു പോകും അല്ലേ? മരിയും അതുപോലായിരുന്നു. മരി മാത്രമല്ല, അവനെ ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെല്ലാം അതുപോലായിരുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും അവന്റെ കൂടെ അധികകാലം ജീവിക്കാൻ പറ്റിയില്ല. അവന്റെ ജീവിതം ഇങ്ങനെയാണ്. അവൻ എപ്പോഴും അവന്റെ മിഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങളെ പറ്റിയൊന്നും അവൻ ചിന്തിക്കുന്നേ ഇല്ല. ഇങ്ങനെയൊക്കെ ഗ്രേസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈദനും ഇൽസയും അങ്ങോട്ട് വരുന്നു. ഒട്ടും താമസിച്ചില്ല നമ്മുടെ വൈറ്റ് വിഡോയും സോളയും കൂടെ അങ്ങോട്ട് എത്തി. ഹലോ, ഇതായിരുന്നു ജോൺ ലാർക്കോ? അയ്യോ, ജോൺ ലാർക്കോ ഒക്കെ കഴിഞ്ഞ കഥയാണല്ലോ. ഇപ്പൊ സാറിന്റെ പേരെന്താണാവോ? പേര് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ ലാർക്കെന്ന് തന്നെ വിളിച്ചോളാം. അതൊക്കെ പോട്ടെ, നമ്മൾ വന്ന കാര്യം നോക്കാം. സോള, ഗ്രേസിന്റെ കയ്യിൽ താക്കോലുണ്ട്, അതിങ്ങി വാങ്ങിയേക്ക്. സോള ഗ്രേസിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഗ്രേസ് ഈദനോട് സോളയെ ഒന്ന് തടഞ്ഞു നിർത്താൻ ആക്ഷൻ കാണിക്കുന്നു. നമ്മുടെ ഈദനും സോളയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. ഈ ഗ്യാപ്പിൽ ഗ്രേസ് നൈസായിട്ട് അവളുടെ കയ്യിലുള്ള താക്കോലെടുത്തു. ഇതിനെ പിടിച്ചു മാറ്റി സോള ഗ്രേസിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഗ്രേസ് സോള പോലും അറിയാതെ അവന്റെ പോക്കറ്റിൽ താക്കോലിട്ടു. പാവം സോള, അവന്റെ പോക്കറ്റിൽ തന്നെ താക്കോൽ കിടക്കുവാണ്. എന്നിട്ട് ഗ്രേസിന്റെ ശരീരം മൊത്തം താക്കോലിന് വേണ്ടി തിരഞ്ഞു. കീ കിട്ടാത്തതിനെ തുടർന്ന് വൈറ്റ് വിഡോ ഇവരെ എല്ലാവരെയും വിളിച്ച് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നു. ഈ വൈറ്റ് വിഡോയുടെ പണി എന്താ? ബയ്യറിനെയും സെല്ലറിനെയും കണക്ട് ചെയ്യുക, അതായത് ബ്രോക്കർ. ഇവിടെയും പുള്ളിക്കാരി സെയിം പണിയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി ഇവരോടെല്ലാവരോടും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഒരു സെക്ഷനിൽ കുറേയധികം സ്ക്രീൻസ് ഉണ്ട്. നോക്കുമ്പോൾ ഈ സ്ക്രീൻസിലെല്ലാം ഒരു പ്രത്യേക സിമ്പിൾ കാണാം. മറ്റൊന്നുമല്ല, എൻറ്റിറ്റി. നിങ്ങൾ ഊഹിച്ചു കാണും, ആക്ച്വലി ഈ പാർട്ടി കണ്ടക്ട് ചെയ്യുന്നത് ഈ എൻറ്റിറ്റിയാണ്. ഇതിന്റെ എല്ലാം പുറകിൽ കളിക്കുന്നത് ഈ എൻറ്റിറ്റിയാണ്. ആൻഡ് ഈ ഒരു പാർട്ടി നമ്മുടെ ഈദനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ എൻറ്റിറ്റി കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊഡിക്ഷനിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ പ്രൊഡിക്ഷൻ അനുസരിച്ച് അതിന്റെ സോഴ്സ് കോഡ് അൺലോക്ക് ചെയ്യാനുള്ള കീയുടെ 2 ഭാഗങ്ങളും ഗബ്രിയലിന്റെ കയ്യിലെത്തും. ഇന്നല്ല നാളെ ഇൻസ്ബർഗിലേക്ക് പോകുന്ന ഓറിയന്റ് എക്സ്പ്രസ് ട്രെയിനിൽ വെച്ച് ഗബ്രിയലിന്റെ കയ്യിൽ കീയുടെ 2 ഭാഗവും കിട്ടുമെന്നാണ് അത് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, അതൊക്കെ ശരി, പക്ഷെ അതിന് കീയുടെ 2 ഭാഗം വേണ്ടേ? കീയുടെ ഒരു ഭാഗം നമ്മുടെ ഗ്രേസിന്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പൊ അത് സോളയുടെ പോക്കറ്റിലാണ്. പക്ഷേ ബാക്കി ഭാഗം, അവിടെയാണ് ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ ബാക്കി ഭാഗം ഓൾറെഡി വൈറ്റ് വിഡോയുടെ കയ്യിലുണ്ട്. അവൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് കാര്യം ചെയ്യുന്നത് ആരാണോ അവർക്ക് അവൾ ആ കീ കൊടുക്കും. മോസ്റ്റ് പ്രോബ്ലി അത് ഗബ്രിയേൽ ആയിരിക്കും, അതല്ലെങ്കിൽ മറ്റൊരാളാവാം. അത് എന്ത് തന്നെയാണെങ്കിലും ഗബ്രിയേൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, അടുത്ത ദിവസം നാളെ ഗബ്രിയേലിന്റെ കയ്യിൽ ഈ 2 പാർട്ടും കിട്ടിയിരിക്കും. അങ്ങനെയാണ് എൻറ്റിറ്റിയുടെ പ്രൊഡിക്ഷൻ. പക്ഷേ എൻറ്റിറ്റി പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം അതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. അതെന്താണെന്നാൽ നമ്മുടെ ഈദന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഇൽസ, അതേപോലെ ഈ ഗ്രേസ്, ഇപ്പൊ ഇവർ രണ്ടുപേരും ഈദിന് പ്രിയപ്പെട്ടവരാണല്ലോ. ഈദിന് ഇവർക്ക് 2 പേർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാൾ മരിക്കണം. നിങ്ങളിൽ 2 പേരിൽ ആർക്ക് വേണേ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരാം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും. ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ഈദൻ വൈറ്റ് വിഡോയോട് ഇവന് പ്രാന്താണ്, ഇവർ കീ ഒന്നും കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഗബ്രിയേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്ന ഈ ഒരു എൻറ്റിറ്റിയുടെ പ്രഡിക്ഷനൊക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് വൈറ്റ് വിഡോയ്ക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേര് പറയുന്നത് കേൾക്കാമെന്ന് അവൾ തീരുമാനിച്ചു. ഒരുമാതിരി അങ്ങ് ദേഷ്യം വന്ന് ഈദൻ ഗബ്രിയേലിനെ തല്ലാനൊക്കെ ചാടി ചെല്ലുന്നുണ്ട്. എന്നാൽ വൈറ്റ് വിഡോയുടെ ആളുകൾ അവനെ പിടിച്ചു നിർത്തി. ഗബ്രിയേൽ അവിടുന്ന് പോയി. നമ്മുടെ ഗ്രേസിന്റെ കയ്യിലുണ്ടായിരുന്ന കീയുടെ പാർട്ട് കിട്ടാത്ത പക്ഷം വൈറ്റ് വിഡോയുടെ ആളുകൾ ഇവരെ 3 പേരെയും വിടത്തില്ല. ഈദിനെയും ഇൽസയും ഗ്രേസിനെയും ഗൺ പോയിന്റിൽ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈദിനെ ഗൺ പോയിന്റിൽ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടല്ലേ പറ്റൂ. ഇൽസയും ഗ്രേസിനെയും സേഫ് ആക്കിയേ പറ്റൂ. ഇൽസയ്ക്ക് അത്യാവശ്യം ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കി കൊടുത്താൽ മതി. പുള്ളിക്കാരി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെട്ടോളും. ഗ്രേസിന്റെ കാര്യം അങ്ങനല്ല, അവളുടെ കോഡ് എന്ന് അവളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവിടുന്ന് രക്ഷപ്പെടാൻ നല്ലൊരു അവസരം കിട്ടുന്നത് വരെ വൈറ്റ് വിഡോയോട് ഈദൻ സംസാരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞൊന്നും കേൾക്കാൻ പാടില്ലായിരുന്നു. ഈ ലോകത്തെ തന്നെ നിങ്ങൾ ചതിക്കുവാണ്, ലോകം നശിക്കാൻ കാരണമാകുന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് നല്ലൊരു അവസരം കിട്ടിയപ്പോൾ ഈദൻ ഈ വൈറ്റ് വിഡോയുടെ ആളുകളെ തല്ലുന്നു. ഇൽസയ്ക്കും ഗ്രേസിനും രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ ഗ്രേസ് സോളയുടെ പോക്കറ്റിൽ നിന്ന് കീയുടെ പാർട്ട് തിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് ഓട്ടത്തോടോട്ടം. ഇൽസ ഏതൊക്കെയോ വഴിയിലൂടെ ഓടി രക്ഷപ്പെടുന്നു. ഗ്രേസും എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെട്ടേക്കാന്നുള്ള രീതിയിൽ കാണുന്ന വഴിയൊക്കെ ഓടുന്നു. ഗ്രേസിനെ പിടിക്കാൻ അവൾക്ക് പിന്നാലെ വിഡോയുടെ ആളുകൾ ചെല്ലുന്നുണ്ട്. നമ്മുടെ ഹീറോ അവന്മാരെയൊക്കെ അടിച്ചിടുന്നു. ബെഞ്ചിയുടെയും ലൂതറിന്റെയും സഹായത്തോടെ ഈദൻ ഗ്രേസ് ഇപ്പൊ എവിടെയാണ്, അവൾ ഇതുവഴിയാണ് ഓടിപ്പോകുന്നതെന്ന് മനസ്സിലാക്കി അവൾ പോകുന്ന വഴി ചെല്ലുന്നു. എന്നാൽ ഇതായിരുന്നു എൻറ്റിറ്റിക്കും വേണ്ടിയിരുന്നത്. ഇവർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമെന്ന് എൻറ്റിറ്റിക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പൊ നമ്മുടെ ബെഞ്ചിയുടെ സൗണ്ടിൽ എൻറ്റിറ്റി ഈദനോട് സംസാരിക്കുന്നു. ഈദൻ കരുതുന്നത് ബെഞ്ചിയാണ് സംസാരിക്കുന്നതെന്നാണ്. അങ്ങനെ എൻറ്റിറ്റി ഈദനെ വഴിതിരിച്ചു വിടുന്നു. ഗ്രേസിനെ ഒറ്റയ്ക്കാക്കുന്നു. ഓടി ഗ്രേസ് നേരെ ഗബ്രിയേലിന്റെ മുന്നിലാണ് ചെന്നുപെടുന്നത്. അങ്ങനെ ഗ്രേസ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് ഗബ്രിയേലിനോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഈദൻ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടി പാരിസ് മറ്റൊരു പുള്ളിക്കാരനും കൂടെ ഈദനുമായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട്. പാരിസ് ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈദനോട് പിടിച്ചിരിക്കാൻ ഇതൊന്നും പോരാ. ഈദൻ അവളെ അടിച്ച് താഴെയിട്ടു. അവളെ കൊല്ലാൻ ഈദന് നല്ല അവസരം കിട്ടിയതാണ്. ഈദൻ അവിടെ കിടന്നൊരു കമ്പിയും കിട്ടിയതാണ്. അതെടുത്ത് അവളുടെ തലക്കിട്ട് കയറിയാൽ മതിയായിരുന്നു. എന്നാലും ഒരു പെണ്ണാണല്ലോ എന്നൊക്കെയുള്ള പരിഗണനയിൽ പുള്ളിക്കാരൻ അവളെ വിട്ടിട്ട് പോയി. ആ ഒരു ദയ ഈദൻ ഇവളോട് കാണിച്ചു. ഇവളുടെ ജീവൻ ബാക്കി വെച്ചു. അപ്പോഴേക്കും അപ്പുറത്ത് ഗബ്രിയേൽ ഗ്രേസിനെ അടിച്ച് താഴെയിട്ടു. ഗ്രേസിന്റെ കാര്യം അറിയാലോ, പുള്ളിക്കാരിക്ക് അത്രയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളിക്കാരി തുടക്കത്തിലെ തന്നെ വീണു പോകുന്ന അവസ്ഥയായിരുന്നു. അവൻ ഗ്രേസിനെ കൊല്ലാൻ ചെല്ലുമ്പോൾ ദേ നമ്മുടെ ഇൽസ അവിടെ എത്തി. ഒന്നുമില്ലെങ്കിലും ഇവളൊരു സീക്രട്ട് സർവീസ് ഏജന്റ് ആയിരുന്നല്ലോ. മറ്റൊരാള്, തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ കൺമുന്നിൽ കിടന്ന് മരിക്കുന്നത് കാണാൻ ഇവൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. ഇൽസയും ഗബ്രിയേലും തമ്മിൽ ഫൈറ്റായി. ഇവിടെയും ഗബ്രിയേലാണ് ബെറ്റർ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഈദൻ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുവാണ്. എവിടെയാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. ഒരുപാട് നേരം ഓടി ഇവരുള്ള സ്ഥലത്തെത്തുമ്പോൾ അവൻ കാണുന്ന കാഴ്ചയോ നമ്മുടെ ഇൽസയുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറങ്ങി അങ്ങനെ വീണ് കിടക്കുന്ന അവസ്ഥയിലുള്ള അവളെയാണ്. എല്ലാം എൻറ്റിറ്റിയുടെ കാൽക്കുലേഷൻസ് പോലെ തന്നെ നടന്നു. നമ്മുടെ ഈദന് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു. ഇവിടെ മരിച്ചു കിടക്കുന്നത് കുറെ കാലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. അവളുടെ മരണം എല്ലാവർക്കും വേദനയായി. അതിനുശേഷം നമ്മുടെ ഈദൻ, ബെഞ്ചി, ലൂതർ, അതേപോലെ ഗ്രേസ്, ഇവർ 4 ആളും കൂടെ ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ
കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. അടുത്ത ദിവസം ട്രെയിനിൽ വെച്ച് ഗബ്രിയേലിന് ഫുൾ കീ കിട്ടുമെന്നാണല്ലോ അവൻ പറഞ്ഞിരുന്നത്. അതായത് ആ ഒരു എൻറ്റിറ്റിയിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴി, അല്ലെങ്കിൽ എൻറ്റിറ്റിയുടെ സോഴ്സ് കോഡ് എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ഒരേ ഒരു വഴി അവൻ മാത്രമാണ്. സോഴ്സ് കോഡ് അൺലോക്ക് ചെയ്യാനുള്ള കീയുടെ 2 ഭാഗങ്ങളും ഒന്നിച്ച് ഒറ്റ കീ ആക്കി അത് ആ ട്രെയിനിൽ വെച്ച് കൈമാറണം എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കീയുടെ 2 ഭാഗവും വൈറ്റ് വിഡോയുടെ കയ്യിലില്ല, കീയുടെ ഒരു ഭാഗം ഗ്രേസിന്റെ കയ്യിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഈതനൊക്കെ പ്ലാൻ ചെയ്യുന്നത് വൈറ്റ് വിഡോയുടെ ഫേസ് മാസ്ക് ഉണ്ടാക്കി നമ്മുടെ ഗ്രേസിന് അത് കൊടുത്ത് ഇവളെ കൊണ്ട് അവരുമായിട്ട് ഡീൽ ചെയ്യിപ്പിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഗബ്രിയലിന്റെ പ്ലാൻ എന്നും ഇനിയിപ്പോൾ ഇതിനിടയിൽ ബയ്യേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതെല്ലാം കേട്ട് നമ്മുടെ ഗ്രേസ് ഒരുമാതിരി ആയിപ്പോയി. ഇവളുടെ ജീവൻ തിരിച്ചു കിട്ടിയതേ തലനാരഴിക്കാണ്, ഇനിയും ഇവളോട് മിഷൻ ഇറക്കാനാണ് ഇവന്മാർ പറയുന്നത്. അതും ആ വൈറ്റ് വിഡോയെ പോലെയൊക്കെയുള്ള ഒരു ഇന്റർനാഷണൽ ആംസ് ഡീലറിന്റെ ഒക്കെ മാസ്ക് ഇട്ട് ഗ്രേസിന് പേടിയാണ്, നല്ല പേടിയാണ്. പക്ഷേ സമ്മതിക്കല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല. എങ്ങനെയെങ്കിലും ആ ഒരു സോഴ്സ് കോഡ്, എൻറ്റിറ്റിയുടെ സോഴ്സ് കോഡ് കണ്ടെത്തിയേ പറ്റൂ. ഒരു പേടിയോടെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണോ, ഇതൊക്കെ നിങ്ങളുടെ ജോലിയല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഗ്രേസ് സംസാരിക്കുമ്പോൾ, ഗ്രേസ് ഇത്രയും നാളത്തെ നിന്റെ ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെ ആയിരുന്നു നിനക്കറിയാം. എല്ലാ കാര്യത്തിലും ഫേക്ക് ചെയ്ത് മോഷണവും പിടിച്ചുപറിയും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ജീവിതം, അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ നിന്റെ സ്കിൽസ് യൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിനക്ക് ഞങ്ങൾ തരുന്നത്. ഇതുകൊണ്ട് നിനക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല. നിനക്ക് ഇവിടെ ഒരു ചോയ്സ് ആണ് കിട്ടുന്നത്, IMFലേക്കുള്ള സെലക്ഷൻ. ഈ മിഷന്റെ അവസാനം കിട്രിഡ്ജ് എന്ന വ്യക്തി നിന്നെ മീറ്റ് ചെയ്യും. അയാൾ നിനക്കൊരു ചോയ്സ് തരും, നീ ആ ചോയ്സ് അക്സെപ്റ്റ് ചെയ്യണം. ഒരു കാലത്ത് ഞങ്ങളിൽ പലരും നിന്നെ പോലായിരുന്നു, അന്ന് ഞങ്ങൾക്ക് ഈ ചോയ്സ് കിട്ടി, ഞങ്ങളത് തിരഞ്ഞെടുത്തു, ഇന്ന് നിന്റെ അവസരമാണ് എന്നിങ്ങനെയൊക്കെ ഇവർ പറയുമ്പോൾ നമ്മുടെ ഗ്രേസും ഇവർ പറയുന്ന പോലെയൊക്കെ ചെയ്തേക്കാമെന്ന് തീരുമാനിക്കുന്നു. ഇവൾക്ക് ആകെയുള്ള കൺസേൺ ഇവളുടെ ജീവിതം ബെറ്റർ ആയിരിക്കണം, ഇവളുടെ ജീവിതം സേഫ് ആയിരിക്കണം. ഇത്രയും നാൾ ഇവൾ ഒരുപാട് ക്രൈംസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ ഇവൾ പിടിക്കപ്പെട്ടാൽ ഇവൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്, അതിലും നല്ലത് ഇത് തന്നെയാണെന്നാണ് ഗ്രേസിന്റെ അഭിപ്രായം. ഇപ്പൊ തന്നെ പുള്ളിക്കാരിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഇത്രയും ശത്രുക്കളുമായിട്ട് മുന്നോട്ട് ജീവിക്കുക ഭയങ്കര റിസ്ക് ആണ്. അതിനേക്കാളൊക്കെ ബെറ്റർ ഓപ്ഷൻ ഇവർ പറയുന്ന പോലെ ഈ ചോയ്സ് തിരഞ്ഞെടുക്കുകയാണെന്ന് അവളും തിരിച്ചറിയുന്നു. അതാകുമ്പോൾ എപ്പോഴും IMFന്റെ ഒരു പ്രൊട്ടക്ഷൻ ഇവളോടൊപ്പം ഉണ്ടാവുമല്ലോ. മാത്രമല്ല നമ്മുടെ ഈതൻ ഹണ്ട് അവന്റെ ജീവനേക്കാളും ഇവളുടെ ജീവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് ഇവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഈതന്റെ ഉറപ്പോടെ കിട്ടിയതോടെ ഗ്രേസിന് ഭയങ്കര വിശ്വാസമായി. എന്നാൽ ഈ ഒരു മിഷനിൽ ഇവരോടൊപ്പം നമ്മുടെ ലൂതർ ഉണ്ടാവത്തില്ല. ലൂതർ മറ്റെങ്ങോട്ടോ മാറി പോകുന്നു പുള്ളിക്കാരൻ പറയുന്നുണ്ട്. എൻറ്റിറ്റിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എൻറ്റിറ്റി എപ്പോഴും ഈതനെയും അവന്റെ കൂടെയുള്ള ആളുകളെയും ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ലൂതർ അവന്റേതായിട്ടുള്ള കുറെ മെത്തേഡ് ട്രൈ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവരോട് പോലും പറയാതെ എങ്ങോട്ടോ മാറി പോകുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് ലൂതർ ഈതനോട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. എൻറ്റിറ്റി എങ്ങനെയാണ് ഇവരുടെ മൈൻഡ് മനസ്സിലാക്കുന്നത്, ഇവരെന്തൊക്കെ ചെയ്യാൻ പോകുന്നു പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈതന് ഗബ്രിയേലിനോട് തീർത്താ തീരാതെ ദേഷ്യമുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഈതന്റെ കാമുകയായിരുന്ന മരി എന്ന് പറയുന്ന ആ പെണ്ണിനെ കൊന്നുകളഞ്ഞ കേസ്, അതേപോലെ ഇൽസയുടെ കേസ്. ഒരുപക്ഷെ നല്ലൊരു അവസരം കിട്ടിയാൽ, ഒത്തു കിട്ടിയാൽ ഈതൻ ഗബ്രിയേലിനെ കൊന്നുകളയാനും മടിക്കില്ല. ഇതാ എൻറ്റിറ്റി ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്താൽ എൻറ്റിറ്റിയിലേക്ക് ഈതൻ എത്താൻ പറ്റത്തില്ല. കാരണം ഗബ്രിയേലിന് മാത്രമേ എൻറ്റിറ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയൂ. മറ്റൊരു സാധ്യത നമ്മുടെ ഈതൻ ആ ട്രെയിനിൽ വെച്ച് മരിച്ചു പോകുന്നതാണ്. അങ്ങനെ ഈതൻ മരിച്ചു പോയാലും എൻറ്റിറ്റി ജയിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻറ്റിറ്റിയുടെ പ്രഡിക്ഷൻസ് എന്ന രീതിയിൽ ലൂതർ സംസാരിക്കുമ്പോൾ ഈതനും അത് ശരിയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും ആ എൻറ്റിറ്റി നമ്മുടെ ഈതനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? ആ ചോദ്യത്തെ തന്നെ ഉണ്ടല്ലോ അതിന്റെ ഉത്തരം. നമ്മുടെ ഈതനെ കൊണ്ട് മാത്രമേ ആ എൻറ്റിറ്റിയെ നശിപ്പിക്കാനാകൂ എന്ന് ആ എൻറ്റിറ്റി വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കണം ഈതനെ തന്നെ ടാർഗറ്റ് ചെയ്ത്, ഈതിന് വേണ്ടപ്പെട്ട ആളുകളെ ടാർഗറ്റ് ചെയ്ത് എൻറ്റിറ്റി ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. സോ നമ്മുടെ ഈതിനിവിടെ ചെയ്യേണ്ടത് ട്രെയിനിൽ കയറുക, കീയുടെ 2 ഭാഗവും സ്വന്തമാക്കുക, ട്രെയിനിൽ നിന്ന് ഇറങ്ങുക. ഗബ്രിയേലിനെ കൊല്ലാനും പോകരുത്, ഈതൻ മരിക്കാനും പാടില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് വന്നപ്പോഴാണ് മറ്റൊരു പണി കിട്ടുന്നത്. നമ്മുടെ ഗ്രേസിന് ഇടാനുള്ള ആ ഒരു വൈറ്റ് വിഡോയുടെ മാസ്ക് റെഡിയായി. പക്ഷേ ഈതിനിടാനുള്ള സോളയുടെ മാസ്കിൽ പണി കിട്ടി. മാസ്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ മെഷീൻ കേടായി. ഇനിയിപ്പോൾ ഈതന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഗ്രേസ് ട്രെയിനകത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. വൈറ്റ് വിഡോയുടെ കേസിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവള് ഡീൽ ചെയ്തേ പറ്റൂ. ഈതിന് മാസ്ക് ഇല്ലാത്തതുകൊണ്ട് മറ്റേതെങ്കിലും വഴി ട്രെയിനകത്ത് കയറാമെന്ന് അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ ട്രെയിൻ ഓടി തുടങ്ങി. ഗ്രേസ് അവളുടെ പണി ചെയ്യുന്നു. നമ്മുടെ ഈതനും ബെഞ്ചിയും കൂടെ മറ്റൊരു വഴി ട്രെയിനകത്ത് കയറാൻ ശ്രമിക്കുന്നു. ഈതിന്റെ ഒരു ബൈക്കിൽ ട്രെയിൻ പോകുന്ന റെയിൽവേ ലൈൻ അടുത്തൂടെ പോകുന്ന ഒരു റോഡിലൂടെ ഇങ്ങനെ പോവാണ്. ട്രെയിൻ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ടേൺ ഉണ്ട്. ആ ടേണിൽ ട്രെയിൻ സ്ലോ ഡൗൺ ആവും. അന്നേരം ഇതിന് ട്രെയിനിൽ ചാടി കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ പോകുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം പറ്റി. ട്രെയിനകത്ത് കയറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗബ്രിയേൽ ഉണ്ടല്ലോ, ഈ ട്രെയിനിന്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളുകളെ തല്ലി അടിച്ചൊരു പരുവമാക്കിയിട്ട് ഈ ട്രെയിനിന്റെ സ്പീഡ് കുറയാത്ത രീതിയിൽ അത് മാക്സിമം സ്പീഡിൽ പോകുന്ന രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്തു. വൈറ്റ് വിഡോയുടെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ഗ്രേസ് ഓൾറെഡി ട്രെയിനകത്ത് കയറിയിട്ടുണ്ട്. അവൾ മാത്രമല്ല, നമ്മുടെ അമേരിക്കൻ ഏജൻസ് ഉണ്ടല്ലോ, കിട്രിഡ്ജ് അയച്ച അവന്മാരും ട്രെയിനകത്ത് കയറിയിട്ടുണ്ട്. ഇവന്മാർക്ക് എവിടുന്ന് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നു, എവിടുന്നെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് വരും. പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ഇതിന് ട്രെയിൻ മിസ്സായി. മുന്നോട്ട് ചെല്ലുമ്പോൾ മറ്റേതെങ്കിലും വഴി ട്രെയിനിൽ കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ അങ്ങനെയേ പോകുന്നുണ്ട്. ഇതേസമയം ട്രെയിനകത്ത് കയറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗ്രേസ് ഉണ്ടല്ലോ, വൈറ്റ് വിഡോയുടെ മാസ്ക് ഇട്ട ഗ്രേസ്, അവളെ ഒറിജിനൽ വൈറ്റ് വിഡോയെ ഒരു വിധത്തിൽ ബോധം കെടുത്തി പുള്ളിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന കീയുടെ പാർട്ട് സ്വന്തമാക്കുന്നു. അങ്ങനെ കംപ്ലീറ്റ് കീയും കൊണ്ട് കീ വാങ്ങാൻ വന്നിരിക്കുന്ന ബയ്യറിന്റെ അടുത്ത് ചെല്ലുന്നു. ഈ ബയ്യർ ഗബ്രിയേൽ ആയിരിക്കുന്നു കരുതിയോ? ഗബ്രിയേൽ പറഞ്ഞത് പുള്ളിക്കാരൻ ഈ ട്രെയിനിൽ വെച്ച് താക്കോല് കിട്ടുമെന്നാണ്. ബയ്യർ അവനായിരിക്കുന്നു അവൻ പറഞ്ഞില്ല. ഇവിടെ വന്നിരിക്കുന്ന ബയ്യർ കിട്രിഡ്ജ് ആണ്. CIA-യുടെയും IMFന്റെയും ഹെഡ് ആയിട്ടുള്ള കിട്രിഡ്ജ്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ സതുദ്ദേശത്തിലാണോ ദുരുദ്ദേശത്തിലാണോ വന്നെന്നുള്ള കാര്യം വ്യക്തമല്ല. ഇനിയിപ്പോ വല്ല മേജർ ട്വിസ്റ്റും വെച്ചിട്ടുണ്ടാവോ? ഈ എൻറ്റിറ്റിയെ ഉണ്ടാക്കിയതേ ഇങ്ങനെയാണെന്ന് വല്ലതും പറയുമോ? എന്തോ ഇങ്ങനെ ഇപ്പൊ കീ വാങ്ങാൻ വന്നിരിക്കുന്ന ബയ്യറാണ് നമ്മുടെ ഗ്രേസ്, അഥവാ നമ്മുടെ വൈറ്റ് വിഡോയുടെ രൂപത്തിലുള്ള ഗ്രേസ്. എന്താണ് ചെയ്യേണ്ടത്? കീ ഇങ്ങനെ കൊടുക്കുക, പണം കൈപ്പറ്റുക. പുള്ളിക്കാരി ടെൻഷനൊന്നും കൂടാതെ ഇങ്ങനോട് സംസാരിക്കുന്നു.
ഇപ്പോഴും നമ്മുടെ ഇതിന് ട്രെയിനിൽ കയറാൻ പറ്റിയിട്ടില്ല. എവിടെങ്കിലും വെച്ച് ഈ ട്രെയിൻ ഒന്ന് സ്ലോ ആവുമായിരുന്നെങ്കിൽ പുള്ളിക്കാരന് കയറായിരുന്നു. പക്ഷേ ട്രെയിൻ സ്ലോ ആവുന്ന ലക്ഷണമില്ല. ഇവൻ ട്രെയിനിന്റെ പുറകെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ട്രെയിനകത്ത് കയറണമെങ്കിൽ എന്തെങ്കിലും ഡിഫറന്റ് ആയിട്ട് ചെയ്യണം. നമ്മുടെ ബെഞ്ചി കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ട്രെയിനിൽ കയറാൻ ഇതിന് പുതിയൊരു വഴി പറഞ്ഞു കൊടുക്കുന്നു. ഇതിനോട് ട്രെയിനിനടുത്തു നിന്നും മാറി ഒരു വലിയ മലയുടെ മുകളിലേക്ക് കയറി പോകാൻ പറയുന്നു. ട്രെയിനകത്തിരുന്ന് കിറ്റ്രിജിനോട് സംസാരിക്കുന്ന നമ്മുടെ വൈറ്റ് വിഡോ രൂപത്തിലുള്ള ഗ്രേസ് പുള്ളിക്കാരനോട് ഈ കീ മുഴുവനായിട്ട് അങ്ങേർക്ക് കൊടുക്കുന്നതിന് പകരമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. കീക്ക് പകരമായിട്ട് അങ്ങേര് ഇവൾക്ക് പണം കൊടുക്കുന്നുണ്ട്. പക്ഷെ പണം കൂടാതെ ഇവൾ ആവശ്യപ്പെടുന്ന കാര്യം ഗ്രേസിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ്. കിറ്റ്രിജിൻ ഇത് വൈറ്റ് വിഡോ ആണ്. വൈറ്റ് വിഡോ കിറ്റ്രിജിനോട് ആവശ്യപ്പെടുന്നു ഗ്രേസിനെ സംരക്ഷിക്കണമെന്ന്. ഇനി ഒരിക്കലും ഗ്രേസിന് ഒരു പ്രശ്നവും ഉണ്ടാവരുത്, അവളെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ ഗ്രേസിന്റെ പ്രധാനപ്പെട്ട കൺസേൺസിലൊന്നായിരുന്നു ഇത്. ഇവളുടെ ജീവിതത്തെ പറ്റി ഇവൾക്ക് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. ഒരുപാട് ശത്രുക്കളുണ്ട്. ഇവരെയൊക്കെ മറികടന്ന് മുന്നോട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ അറിയാതെ വന്നുപെട്ട ഈ ഒരു കുരുക്കും ഈ കീയും അതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളും അതും ഇതും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ശരിക്കും അങ്ങ് പേടിയായി. ഗ്രേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിറ്റ്രിജിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറിജിനൽ വൈറ്റിലൂടെ എഴുന്നേറ്റ് വരുന്നു. വന്ന പോലെ തന്നെ പോയിട്ടുണ്ട്. പുള്ളിക്കാരി ഇപ്പോഴും പ്രോപ്പർ ആയിട്ട് അങ്ങോട്ട് കോൺഷ്യസ് ആയിട്ടില്ല. ഇതേ സമയം ട്രെയിനിന്റെ മറ്റൊരു സൈഡിൽ നമ്മുടെ പാരിസ് ഉണ്ടല്ലോ, പുള്ളിക്കാരി ഡെൻലിംഗറിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഇങ്ങേരത്തെ ഇവിടെ ചെയ്യുന്നതെന്നല്ലേ? യഥാർത്ഥത്തിൽ ഈ പുള്ളിക്കാരനടി ചതിയനായിരുന്നു. ഒറിജിനൽ കീ, അതായത് ആ രണ്ട് പാർട്ടും കൂടെ ചേർന്ന് ഒറിജിനൽ കീ ഇന്ന് ഈ ട്രെയിനിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കി ഇങ്ങേര് ഇക്കാര്യമൊക്കെ ഗബ്രിയലിനെ ഇൻഫോം ചെയ്തിരുന്നു. മാത്രമല്ല ഈ കീ ഉപയോഗിച്ച് എന്താണ് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ആ എൻറ്റിറ്റിയുടെ സോഴ്സ് കോഡ് ആണെന്നും ആ സോഴ്സ് കോഡ് എവിടെയാണെന്നുള്ള കാര്യം വരെ ഇങ്ങേർക്ക് അറിയാം. കാരണം സെബാസ്റ്റോപോൾ ഉണ്ടായിരുന്ന ആ ഒരു AI ഉണ്ടല്ലോ, ഈ എൻറ്റിറ്റി, അതിനെ നേരത്തെ തന്നെ അമേരിക്കൻ ഏജൻസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവർ വ്യക്തമായി പ്ലാൻ ചെയ്ത് അതിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എത്രമാത്രം എഫിഷ്യന്റ് ആണത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇവരുടെ കാൽക്കുലേഷൻസ് എല്ലാം ബ്രേക്ക് ചെയ്താണ് സെബാസ്റ്റോപോളിലുള്ള AI സ്വയം ചിന്തിക്കാൻ തുടങ്ങിയതും അതിനിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും. അങ്ങനെ ബെറിംഗ് സീയിൽ വെച്ച് സെബാസ്റ്റോപോൾ തകർന്നു. സെബാസ്റ്റോപോളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മരിച്ചു. ഇപ്പോഴും സെബാസ്റ്റോപോളിന്റെ ബാക്കി ഭാഗം കടലിന്റെ അടിത്തട്ടിൽ അവശേഷിക്കുന്നുണ്ട്. അതിനുള്ളിൽ ആ AI ഉണ്ട്. അതിന്റെ സോഴ്സ് കോഡ് അൺലോക്ക് ചെയ്യാനുള്ള ആ ഒരു കീ കിട്ടുന്ന ആളുകൾക്ക് അതിനെ തന്നെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദമായി അറിഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ പൊട്ട് കളിച്ചത്. ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും US ഇന്റലിജൻസ് മേധാവികൾ പോലും പറഞ്ഞു കൊടുക്കാതിരുന്നത്. അങ്ങനെ ചെയ്യാൻ പോയാൽ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ലല്ലോ. ഇങ്ങേർക്ക് വേണ്ടത് ഈ വേൾഡിനെ തന്നെ കൺട്രോൾ ചെയ്യുക. ഈ AI ഉപയോഗിച്ച് ഈ AI കൺട്രോൾ ചെയ്ത് ആ എൻറ്റിറ്റിയുടെ സഹായത്തോടെ ഈ ലോകത്തെ തന്നെ തന്റെ നിയന്ത്രണത്തിലാക്കുക. ഇപ്പൊ അതിനുവേണ്ടി ഗബ്രിയലിന്റെ സഹായവും തേടുന്നു. പക്ഷേ ഗബ്രിയലിന് ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഡീലിൽ താല്പര്യമില്ല. ഗബ്രിയൽ ഇങ്ങനെ ഇവിടെ വെച്ച് തന്നെ കൊന്നു കളഞ്ഞു. ഡെൻലിംഗറിനെ മാത്രമല്ല, ഗബ്രിയലിന്റെ കൂടെ ഉണ്ടായിരുന്ന പാരിസിലെ അവളെയും ഇവൻ ഇവിടെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഈദന് ഇവളെ കൊല്ലാൻ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടും അവൻ ഇവളെ കൊന്നില്ലായിരുന്നല്ലോ. ഈദൻ ഇവളുടെ ലൈഫ് ബാക്കി വെച്ചതുകൊണ്ട് ഇവള് തങ്ങളെ ചതിക്കാനുള്ള സാധ്യതയുണ്ട്, ഈദിന്റെ കൂടെ ചേരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇപ്പൊ ഇവളെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഗബ്രിയേൽ പാരിസിന്റെ ശരീരത്തിൽ ഒരു കത്തി കുത്തി ഇറക്കി അവളെ അവിടെ ഇട്ടിട്ട് അവിടുന്ന് മാറിപ്പോകുന്നു. ഇതേസമയം വൈറ്റ് വിഡോയുടെ രൂപത്തിലുള്ള നമ്മുടെ ഗ്രേസ് കിറ്റ്രിജിന് അവളുടെ പക്കലുള്ള താക്കോലിന്റെ 2 ഭാഗവും കൊടുത്തു. അദ്ദേഹം ആ താക്കോല് കണക്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ അത് ഒറിജിനലാണ്. 2 ഭാഗവും മാച്ച് ആവുന്നുണ്ട്. കിറ്റ്രിജ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്ന പണം ഗ്രേസ് എൻ്റർ ചെയ്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. ഇതേസമയം നമ്മുടെ ഈദൻ ബെഞ്ചി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ കയറിപ്പോയി ഒരു മലയുടെ മുകളിലാണ് ചെന്നെത്തുന്നത്. ബെഞ്ചി, എനിക്ക് വഴി തെറ്റിപ്പോയോ? ഇല്ല ഈദൻ, നീ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നിനക്ക് താഴെ കൂടെ ട്രെയിൻ വരുന്നത് കാണുന്നില്ലേ? ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. നിന്റെ കയ്യിൽ പാരഷൂട്ട് ഉണ്ടല്ലോ, നേരെ എടുത്ത് താഴേക്ക് ചാടിക്കൂ. എന്തൊന്നും താഴെ ചാടാനോ? ഇവിടുന്ന് താഴെ ചാടിയാൽ ഞാൻ താഴെ എത്തുന്നതിന് മുമ്പ് എന്റെ ആത്മാവ് മേളിലോട്ട് പോകും. ആക്ച്വലി ഇതിന് ഇപ്പൊ ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. നീ താഴെ ചാടിയേ പറ്റൂ. ഇതിന്റെ അവസ്ഥയെ ബെഞ്ചി ഇത്ര കൃത്യമായിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവൻ വിചാരിച്ചു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ കാണും, നേരിട്ട് ട്രെയിനിലേക്ക് ചാടിക്കയറുന്ന രീതിയിൽ അങ്ങനെ വല്ലതും സെറ്റ് ചെയ്ത് തരുമെന്ന് കരുതിയിരുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എടുത്ത് താഴെ ചാടി പാരഷൂട്ടിൽ എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് ട്രെയിനിന്റെ മണ്ടയ്ക്ക് ഇറങ്ങാനൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ചാൻസ്. ഇത് വിട്ട് കളഞ്ഞാൽ പിന്നെ ട്രെയിൻ കയറാൻ പറ്റുകയില്ല. അതുകൊണ്ട് ബെഞ്ചി പറയുന്ന പോലെ ഇതിനവിടുന്ന് ചാടാൻ തീരുമാനിച്ചു. അങ്ങനെ മാക്സിമം വേഗത്തിൽ ബൈക്ക് ഓടിച്ച് മലമുകളിൽ നിന്ന് എടുത്ത് താഴെ ചാടി പാരഷൂട്ട് ഓപ്പൺ ചെയ്ത് എങ്ങനെയെങ്കിലും ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നലെ ട്രെയിനകത്തുള്ള നമ്മുടെ ഗ്രേസ് ഉണ്ടല്ലോ, പുള്ളിക്കാരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ് പുള്ളിക്കാരി ആ ഫണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഡിക്ലൈൻ ചെയ്യുന്നു. കിറ്റ്രിജ് കൊടുക്കുന്ന പണം വേണ്ട, ഇപ്പൊ ഈ താക്കോല് സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണ് എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടുന്ന് മാറിപ്പോകുന്നു. ഇതെന്തൊക്കെ ഈ ഗ്രേസ് കാണിച്ചു കൂട്ടുന്നതല്ലേ ചിന്തിക്കുന്നത്? ഇത് ഗ്രേസിന്റെ ഒരു തന്ത്രം മാത്രമായിരുന്നു. ഇവൾക്കിപ്പോൾ ആകെ വിശ്വാസമുള്ളത് ഈദനെയും ഈദിന്റെ ഫ്രണ്ട്സിനെയും മാത്രമാണ്. ഒരു കാരണവശാലും കിറ്റ്രിജ് കീ കൊണ്ട് ഇവിടുന്ന് പോകരുത്. അയാൾ പോലും പറയാം തന്ത്രപരമായിട്ട് അങ്ങേരുടെ പോക്കറ്റ് അടിച്ച് കീയും എടുത്തുകൊണ്ട് ഗ്രേസ് അവിടുന്ന് മാറിപ്പോകുന്നു. ഇന്നേരം ഒറിജിനൽ വൈറ്റ് വിഡോ ഇങ്ങോട്ട് വരുന്നു. അന്നേരമാണ് ചതി പറ്റിയ കാര്യം ഇവരെല്ലാം മനസ്സിലാക്കുന്നത്. തുടർന്ന് സോളയും അവരുടെ ആളുകളും ഓടിച്ചെന്ന് നമ്മുടെ ഗ്രേസിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഇവന്മാർ ഓടിച്ചെന്ന് നമ്മുടെ ഗ്രേസിന് നേരെ ഗണ്ണൊക്കെ ചൂണ്ടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദാ വരുന്നു നമ്മുടെ ഈദൻ. അതും ഒരുമാതിരി വല്ലാത്തൊരു എൻട്രി. ഈ ഒരു ഇടി ബഹളം ഇതിന്റെയൊക്കെ ഇടയിൽ നമ്മുടെ ഗ്രേസിന്റെ കയ്യിൽ നിന്ന് താക്കോല് തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് ഗബ്രിയേൽ എടുത്തോണ്ട് പോകുന്നു. ഈദൻ ഗബ്രിയേലിന്റെ പുറകെ പോകുന്ന പോക്കിൽ തന്നെ നമ്മുടെ ഗ്രേസിനോട് എങ്ങനെയെങ്കിലും ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. എങ്ങനെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? എനിക്കറിയില്ല ഗ്രേസ്, നീ തന്നെ ഒരു വഴി കണ്ടുപിടിക്കണം. എങ്ങനെയെങ്കിലും ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും.
ഗബ്രിയേൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ട്രെയിനിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിപ്പോയി. നമ്മുടെ ഈതനും അവന്റെ കയ്യിലുണ്ടായിരുന്ന പാരഷൂട്ട് സെറ്റൊക്കെ മാറ്റി വെച്ചിട്ട് ട്രെയിനിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി ചെല്ലുന്നു. അങ്ങനെ ഇവന്മാർ തമ്മിൽ അടിയായി. അതിവേഗത്തിൽ പൊക്കോണ്ടിരിക്കുന്ന ഈ ട്രെയിനിന്റെ മുകളിൽ നേരെ വണ്ണം നിൽക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ അതിന്റെ മുകളിൽ വെച്ച് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു ഊഹിക്കാമല്ലോ. ഈതനാണേലും ഗബ്രിയേൽ ആണേലും രണ്ടുപേരും നല്ല രീതിയിൽ മെനക്കെടുന്നുണ്ട്. ഗബ്രിയേലിന് ഈതനെ തള്ളി താഴെയിട്ടാൻ കൊന്നാൽ മതി. എന്നാൽ ഈതന് ഗബ്രിയേലിനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചില്ല. ഗബ്രിയേൽ മരിക്കാൻ പാടില്ല, ഈതനും മരിക്കാൻ പാടില്ല. ഗബ്രിയേൽ താക്കോലും കൊണ്ട് രക്ഷപ്പെട്ടു പോകാനും പാടില്ല. ഗബ്രിയേൽ ഒരു കത്തിയൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ഈതനും ഒരു വിധത്തിൽ ആ കത്തിയൊക്കെ തട്ടിപ്പറിച്ച് ഗബ്രിയേലിന്റെ കഴുത്തിൽ തന്നെ കത്തി വെച്ചു. ഈതന് ഇവനെ കൊല്ലണമെന്നുണ്ട്, പക്ഷെ ഇവനെ കൊല്ലാനും പറ്റത്തില്ല. എൻറ്റിറ്റിയിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇവൻ മാത്രമാണ്. കീസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കീ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എൻറ്റിറ്റിയുടെ സോഴ്സ് കോഡ് എവിടെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ. ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഹണ്ടും ഗബ്രിയേൽ നിൽക്കുമ്പോൾ അങ്ങനെ ഈതനും കത്തിയൊക്കെ മാറ്റി ഗബ്രിയേലും ഈതനും എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ട്രെയിൻ കുറേ കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഗബ്രിയേൽ ട്രെയിനിന്റെ ഒരു സൈഡിലേക്ക് എടുത്തു ചാടി. ഇവന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഇവന്റെ ആളുകൾ ഓൾറെഡി അവിടെ ഒരു വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഗബ്രിയേൽ രക്ഷപ്പെട്ടു പോകുന്നു. ഗബ്രിയേൽ രക്ഷപ്പെട്ടു പോയി. അതേപോലെ ഈ ട്രെയിൻ തകർക്കാനും അവന്മാർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ട്രെയിൻ കുറേ കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു പാലത്തെടുത്തും അവിടെ ഗബ്രിയേലിന്റെ ആളുകൾ ഓൾറെഡി ബോംബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ അമേരിക്കൻ ഏജൻസും നമ്മുടെ ഈതൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, ഈതന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ചിന്തിക്കുന്നു. തുടർന്ന് ഈതൻ പറയുന്നതനുസരിച്ച് ട്രെയിനിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും അവർ പുറകോട്ട് മാറ്റുന്നു. ഈതൻ ഗ്രേസിന്റെ അടുത്ത് ചെല്ലുന്നു. അവൾ ശ്രമിച്ചിട്ട് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാളെ കൊണ്ട് ഇനി ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ എല്ലാ കൺട്രോൾസും ഗബ്രിയേൽ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേസ് ഒന്നാമതേ ആകെ അപ്സെറ്റ് ആയി നിൽക്കുവാണ്. താക്കോൽ നഷ്ടപ്പെട്ടത് ഇവളുടെ തെറ്റാണെന്നുള്ള രീതിയിൽ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈതൻ താക്കോൽ എടുത്ത് കാണിക്കുന്നു. ട്രെയിനിന്റെ മുകളിൽ വെച്ച് ഗബ്രിയേലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഈതൻ നൈസായിട്ട് താക്കോൽ അടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. ഭാഗ്യം, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇതുവരെ കൃത്യമായി നടന്നു. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. തുടർന്ന് ഈതനും ഗ്രേസും കൂടെ ഈ ട്രെയിനിന്റെ ഫ്രണ്ട് പാർട്ട്, അതായത് എഞ്ചിൻ പാർട്ട് ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. എഞ്ചിൻ പാർട്ട് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ എഞ്ചിൻ പാർട്ടിന് മാത്രമേ അപകടം പറ്റത്തുള്ളൂ. ബാക്കിയുള്ള പാർട്ടൊക്കെ സ്പീഡ് കുറഞ്ഞ് പതിയെ അങ്ങ് നിന്നോളുമല്ലോ. ഇവരുടെ പ്ലാനൊക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇവർ കുറെ അധികം ലേറ്റ് ആയി പോയി. ഓൾറെഡി പാലത്തിനടുത്ത് ട്രെയിൻ എത്തിയിരുന്നു. പാലത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബോംബ് ബ്ലാസ്റ്റ് ആയി പാലം തകർന്നു. ആദ്യം എഞ്ചിൻ പാർട്ട് അപകടത്തിലായി. ബാക്കിയുള്ള ഭാഗവും പതിയെ പതിയെ പൊളിഞ്ഞു കിടക്കുന്ന ആ ഒരു ബ്രിഡ്ജിലേക്കാണ് ചെല്ലുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഈതനും ഗ്രേസും കൂടെ ട്രെയിനിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി അങ്ങനെ ആ ഒരു കമ്പാർട്ട്മെന്റിലൂടെ അടുത്ത കമ്പാർട്ട്മെന്റിൽ ചാടി കയറി. ഇങ്ങനെ ഇവർ ഓരോരോ സെക്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും അടുത്തടുത്ത സെക്ഷനുകൾ പതിയെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. തലനാരിഴയ്ക്കൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ. ഏറ്റവും അവസാനം നമ്മുടെ പാരിസ് ഉണ്ടല്ലോ, ആ പുള്ളിക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഈതനും ഗ്രേസും രക്ഷപ്പെടുന്നത്. ഗബ്രിയേൽ പാരിസിന്റെ ശരീരത്തിൽ ഒരു കത്തി കുത്തി ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരി മരിച്ചിട്ടില്ലായിരുന്നു. അവളുടെ ബാക്കിയുള്ള ജീവനും കൊണ്ട് തന്നെ കൊല്ലാതെ വിട്ട ഈതന്റെ ജീവൻ രക്ഷിക്കാൻ അവൾ വന്നു. മാത്രമല്ല അവൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈതനോട് സെവാസ്റ്റോപോളിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അമേരിക്കൻ ഏജൻസി ഈതനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും വരുന്നു. നേരത്തെ ട്രെയിൻ തകരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈതൻ പറഞ്ഞത് ഇവന്മാർ കേട്ടെങ്കിലും ഇവന്മാരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം ഈതനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇതുവരെ ഈതന്റെ അടുത്ത് താക്കോൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സോ ഈ അമേരിക്കൻ ഏജൻസിന്റെ പിടിയിൽ പെടാതെ ഈതൻ നമ്മുടെ ഗ്രേസിനോടും ബൈ പറഞ്ഞ് അവന്റെ പാരഷൂട്ടും എടുത്ത് ട്രെയിനിൽ നിന്ന് ചാടി പോകുന്നു. ഇപ്പോഴും പാരിസ് മരിച്ചിട്ടില്ല. ഇവൾക്ക് പൾസ് ഉണ്ടെന്നുള്ള കാര്യം ഈ ഏജൻസിയിൽ ഒരാൾക്ക് മനസ്സിലാകുന്നുണ്ട്. സോ ഇവൾക്ക് വേണ്ട ചികിത്സാ കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഗ്രേസ് കിറ്റ്രിഡ്ജിനെ കണ്ടുമുട്ടുന്നു. ഇത്തവണ വൈറ്റ് ബ്ലൂയുടെ മാസ്ക് ഒന്നുമില്ല. ഇവളായിട്ട് തന്നെ അങ്ങേരോട് സംസാരിക്കുന്നു. മുമ്പൊരിക്കൽ ഈതനൊക്കെ ഇവളോട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഈ മിഷന്റെ അവസാനം കിറ്റ്രിഡ്ജ് ഇവൾക്ക് ഒരു ചോയ്സ് കൊടുക്കും. ആ ചോയ്സ് ഇവൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. അതായത് IMFിലേക്കുള്ള സെലക്ഷൻ ഇവൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പൊ ഗ്രേസും കിറ്റ്രിഡ്ജിനോട് തനിക്ക് ആ ചോയ്സ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. കിറ്റ്രിഡ്ജും ഏതാണ്ട് സമ്മതിച്ച മട്ടിലൊന്നും തലയാട്ടുന്നുണ്ട്. ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഈതനെ കാത്ത് ബെഞ്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബെഞ്ചിയും ഈതനും കൂടെ താക്കോലും കൊണ്ട് അവിടുന്ന് പോകുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. താക്കോലിന്റെ 2 ഭാഗവും കിട്ടി. ഇനിയിപ്പോൾ ഈ താക്കോൽ വെച്ച് അൺലോക്ക് ചെയ്യാനുള്ളത് അതങ്ങ് സെവാസ്റ്റോപോളിലാണ്. ആ ഒരു എൻറ്റിറ്റിയെ നശിപ്പിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എൻറ്റിറ്റിയുടെ വലം കൈയായ ഗബ്രിയേൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവൻ ഇനിയിപ്പോൾ മറ്റു പല പ്രശ്നങ്ങളുമായിട്ട് വരും. അവനെ തടഞ്ഞു നിർത്തണം, എൻറ്റിറ്റിയെ നശിപ്പിക്കണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കനിങ്ങിന്റെ പാർട്ട് 2 വരാൻ വെയിറ്റ് ചെയ്യണം. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തറിയിക്കാം.